സാമ്പത്തിക ഞെരുക്കവും നോക്കാൻ ആളില്ലാത്തതിൻ്റെ പ്രശ്നവും ഓരോ ആവശ്യത്തിനും കടൽ കടന്ന് പോകേണ്ടതിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ ആയപ്പോൾ റഷ്യയിലെ സാർ ചക്രവർത്തി അലക്സാണ്ടർ രണ്ടാമൻ തീരുമാനിച്ചു, അലാസ്ക വിൽക്കാം. അങ്ങനെ 1867 മാർച്ച് 30 റഷ്യയും അമേരിക്കയും തമ്മിൽ വിൽപ്പന കരാർ എഴുതി. വില $72 ലക്ഷം. ഇന്നത്തെ മൂല്യമനുസരിച്ച് $12.9 കോടി. ആ വർഷം ഒക്ടോബർ 18 അലാസ്ക അമേരിക്കയുടെ നിയന്ത്രണത്തിലായി. ഇന്ന് US-ൻ്റെ 49ാം സംസ്ഥാനമാണ് അലാസ്ക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ അതിർത്തിയും ഈ ഭാഗത്താണ്. റഷ്യയുടെ കിഴക്കേയറ്റത്തുള്ള പ്രദേശവും അലാസ്കയുടെ പടിഞ്ഞാറൻ ഭാഗവും തമ്മിൽ ബേറിംഗ് കടലിടുക്ക് വഴി വളരെ കുറഞ്ഞ ദൂരമേയുള്ളൂ. അതിനാൽ തന്നെ ചരിത്രപരമായും സാമ്പത്തികപരമായും ഈ പ്രദേശം ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ പ്രദേശവും റഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകളായുള്ള ബന്ധം കൂടിയാണ് പുതുക്കപ്പെടുന്നത്. റഷ്യൻ നാവികസേനാംഗമായിരുന്ന വൈറ്റസ് ബേറിംഗ് 1741 അലാസ്കയിൽ എത്തിയതോടെയാണ് ആ പ്രദേശത്ത് റഷ്യയ്ക്ക് താൽപ്പര്യമുണ്ടായത്. സാർ ചക്രവർത്തിയുടെ സമുദ്ര പര്യവേഷണ സംഘത്തിലെ അംഗമായിരുന്നു ബേറിംഗ്. റഷ്യയ്ക്കും അലാസ്കയ്ക്കും ഇടയിലുള്ള 54 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടലിടുക്ക് കടന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. പിൽക്കാലത്ത് ആ മേഖല ബേറിംഗ് കടലിടുക്ക് എന്ന് അറിയപ്പെട്ടു. പിന്നാലെ സൈബീരിയയിൽ നിന്നുള്ള വേട്ടക്കാരും രോമക്കുപ്പായ കച്ചവടക്കാരും അലാസ്കയിലെത്തി. നീർനായകളെയും ധ്രുവക്കുറുക്കന്മാരെയും സീലുകളെയും വേട്ടയാടുകയായിരുന്നു ലക്ഷ്യം. 1784 കച്ചവടക്കാരനായ ഗ്രിഗറി ഷെലിഖോവ് കോഡിയാക് ദ്വീപിൽ ഒരു കോട്ട നിർമ്മിച്ചു. ഇതാണ് അലാസ്കയിലെ ആദ്യ റഷ്യൻ സെറ്റിൽമെൻറ്റ്. 1799 സാർ ചക്രവർത്തി പോൾ ഒന്നാമനാണ് രോമക്കച്ചവട ആവശ്യത്തിനായി റഷ്യൻ അമേരിക്കൻ കമ്പനി സ്ഥാപിച്ചത്. ഇതോടെ മേഖലയിൽ റഷ്യൻ സ്വാധീനം ശക്തമായി. രോമവ്യാപാരികൾക്കൊപ്പം റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ മിഷണറിമാരും അലാസ്കയിലെത്തി. സിത്കയിലും കോഡിയാക് ദ്വീപിലും താമസമാക്കിയ റഷ്യൻ കച്ചവടക്കാരും തദ്ദേശീയരുമായി സംഘർഷങ്ങളുണ്ടായിരുന്നു. റഷ്യക്കാർ പ്രാദേശിക ഗോത്രജനതയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് അലാസ്ക ആങ്കറേജ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഇയാൻ ഹാർട്ട്മാൻ പറയുന്നു. സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായ ആങ്കറേജിലുള്ള റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കെട്ടിടമാണ് ഏറ്റവും പഴക്കമേറിയ കെട്ടിടം. അലാസ്കയിൽ ഇപ്പോഴും കാണാം റഷ്യൻ സെറ്റിൽമെൻറ്റിൻ്റെ അവശിഷ്ടങ്ങൾ. ദീർഘകാലത്തേക്ക് വേണ്ടിയായിരുന്നില്ല റഷ്യക്കാരുടെ കുടിയേറ്റമെന്നും ഹാർട്ട്മാൻ പറയുന്നു. ഇവിടുത്തെ പലർക്കും ഇപ്പോഴും റഷ്യൻ പേരുകളുണ്ട്. അതേസമയം അലാസ്കയിൽ സ്ഥിരതാമസമുള്ള റഷ്യക്കാരുടെ എണ്ണം 400 കടന്നിട്ടില്ലെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചരിത്ര വിഭാഗം ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൈമിയൻ യുദ്ധത്തെ തുടർന്ന് റഷ്യ സാമ്പത്തിക ഞെരുക്കത്തിലായി. മാത്രമല്ല, വിദൂര പ്രദേശത്തെ അലാസ്കയിലുള്ള കോളനി സംരക്ഷിക്കാനും അവിടെ സാധനങ്ങൾ എത്തിക്കാനും റഷ്യയ്ക്ക് ധാരാളം പണം ചെലവഴിക്കേണ്ടതായും വന്നു. ബ്രിട്ടനിൽ നിന്നുള്ള ആക്രമണം ഭയന്ന റഷ്യ ബ്രിട്ടന്റെ കൈവശം അലാസ്ക എത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് അത് അമേരിക്കയ്ക്ക് വിൽക്കാം എന്ന തീരുമാനത്തിലെത്തിയത്. അങ്ങനെയാണ് അലക്സാണ്ടർ രണ്ടാമൻ $72 ലക്ഷം അലാസ്കയെ US-ന് കൈമാറിയത്. അലാസ്കയിലെ ലിറ്റിൽ ഡയമീഡ് ദ്വീപും റഷ്യയിലെ ബിഗ് ഡയമീഡ് ദ്വീപും തമ്മിൽ വെറും 3.8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇവയെ വേർതിരിക്കുന്നത് രാജ്യാന്തര അതിർത്തിയും ഇന്റർനാഷണൽ ഡേറ്റ് ലൈനുമാണ്. ഇതുമൂലം ലിറ്റിൽ ഡയമീഡ് ദ്വീപ് ബിഗ് ഡയമീഡ് ദ്വീപിനേക്കാൾ 21 മണിക്കൂർ പിന്നിലാണ്. അതായത് ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോകുമ്പോൾ സമയത്തിൽ 21 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ടാകുന്നു. US-നും സോവിയറ്റ് യൂണിയനും ഇടയിലുള്ള അതിർത്തിയായതിനാൽ ശീതയുദ്ധകാലത്ത് ഈ ദ്വീപുകൾ ഐസ് കാർട്ടൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അലാസ്കയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം പരിഗണിച്ച് റഷ്യയും അമേരിക്കയും ഇവിടെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അലാസ്ക കൈവശം വയ്ക്കുന്നവർ ലോകത്തെ കൈവശം വയ്ക്കും. അലാസ്കയുടെ തന്ത്രപ്രധാന സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ US വ്യോമസേനയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനറൽ വില്യം ലെൻഡ്രം മിച്ചൽ പറഞ്ഞതാണ് ഈ വാക്കുകൾ. ലോകമഹായുദ്ധകാലത്ത്, പ്രത്യേകിച്ച് 2ാം ലോകമഹായുദ്ധത്തിൽ US-ൻ്റെ വടക്കൻ പ്രതിരോധത്തിലെ ഒരു പ്രധാന താവളമായിരുന്നു അലാസ്ക. ജപ്പാൻ സൈന്യം US-ൻ്റെ മണ്ണിൽ അധിനിവേശം നടത്തിയ ഒരേയൊരു യുദ്ധക്കളം അലാസ്കയിലെ അല്യൂഷ്യൻ ദ്വീപുകളായിരുന്നു. US-നും ജപ്പാനും ഇടയ്ക്കാണ് അല്യൂഷ്യൻ ദ്വീപുകൾ. ആട്ടു, കിസ്ക എന്നീ ദ്വീപുകൾ അന്ന് ജപ്പാൻ പിടിച്ചടക്കുകയും ചെയ്തു. ലെൻഡ് ലീസ് ആക്ട് പ്രകാരം സോവിയറ്റ് യൂണിയനിലേക്ക് US-ൻ്റെ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള പ്രധാന റൂട്ടുകളിലൊന്നായിരുന്നു അലാസ്ക. സോവിയറ്റ് യൂണിയനുമായി നേരിട്ടുള്ള അതിർത്തി പങ്കിടുന്നതിനാൽ ശീതയുദ്ധകാലത്തും അലാസ്കയ്ക്ക് തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാനുള്ള ആദ്യ പ്രതിരോധ നിരയായിട്ടാണ് US അലാസ്കയെ കണ്ടിരുന്നത്. ഗാർഡിയൻ ഓഫ് ദ നോർത്ത് എന്നും അമേരിക്കയുടെ ടോപ്പ് കവർ എന്നും
അലാസ്കയെ US വിളിച്ചിരുന്നു. സോവിയറ്റ് യൂണിയന്റെ വ്യോമാക്രമണ ശ്രമം കണ്ടെത്താൻ സഹായിക്കുന്ന റഡാർ സ്റ്റേഷനുകൾ ശീതയുദ്ധകാലത്ത് അലാസ്കയിൽ US സ്ഥാപിച്ചിരുന്നു. കൂടാതെ നിരവധി വ്യോമതാവളങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇവിടെ USനുണ്ട്. ഇത് പ്രതിരോധ സ്ഥാനമെന്ന നിലയിൽ അലാസ്കയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. വ്ളാഡിമിർ പുടിൻ പല US പ്രസിഡന്റുമാരുമായും പല ഘട്ടങ്ങളിലും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ജോർജ് W. ബുഷ്, ബറാക് ഒബാമ, ഡൊണാൾഡ് ട്രംപ്, ജോ ബൈഡൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പ്രസിഡന്റുമാർ മാറുന്നതനുസരിച്ച് US റഷ്യ ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുമുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് പുടിനുമായി സൗഹൃദപരമായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതേസമയം ജോ ബൈഡന് പുടിനുമായി കാര്യമായ അകൽച്ചയുണ്ടായിരുന്നു. 2015 ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിൽ എത്തിയതാണ് പുടിന്റെ അവസാന US സന്ദർശനം.